മോഹൻ നേരത്തെ പറയായിരുന്നു ഈ പുതിയ പാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ഒരു ടെൻഷൻ കൊടുക്കില്ല അവരെങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ എനിക്ക് പക്ഷെ അത്ര വിശ്വാസം പോരാ ആണല്ലേ? ഇപ്പോഴും വളരെ പുതിയൊരു സിംഗറിനെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു, കാരണം നമുക്ക് ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ടായി ഫസ്റ്റ് ഞാൻ പാട്ട് പാടാൻ പോകുമ്പോൾ തന്നെ എന്തെങ്കിലും ചില മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഇംപ്രവൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യും, അതില്ല വേണ്ട ഇഷ്ടപ്പെടില്ല അതുപോലെ പാടിയാൽ മതി എന്ന് പറയും. അതായത് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അപ്പോൾ ഒരുപാട് പേര് അങ്ങനെയല്ല, ചിലർക്ക് അങ്ങനെ തോന്നിയിരിക്കും. പക്ഷെ മാഷ് അത് നമ്മൾ ചിലത് പാടുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവിടെ ചേരില്ലെങ്കിൽ മാഷ് പറയും ഇല്ല വേണ്ട വിധു, അത് നമുക്ക് അവിടെ വേറൊന്നും മാറ്റി തിങ്ക് ചെയ്യുക എന്ന് പറയും. നമ്മൾ എന്നിട്ട് എൻകറേജ് ചെയ്യാറുണ്ട്, അതായത് വേണ്ട അങ്ങനെ ഉപയോഗിക്കുക, വേണ്ട ഇംപ്രവൈസ് ചെയ്യേണ്ട എന്ന് പറയാതെ അതൊന്നൊന്ന് മാറ്റി നോക്കി വേറെ ഏതെങ്കിലും ഒരു പ്ലാൻ നീ ഒന്ന് ചെയ്തു നോക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനൊരു താല്പര്യം വരും. അതെ പാട്ട് അല്ല അതല്ലെങ്കിലും പ്രത്യേകിച്ച് ഈ കലാകാരന്മാരെപ്പോഴും പറയും ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് ദേഷ്യം വരും, അവർ പിണങ്ങും ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അവരെങ്ങനെ കൊണ്ടു നടന്നാലേ അവരിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ ഇത് ഒരുതരം എക്സ്പ്ലോയിറ്റേഷൻ ആണല്ലേ ഉള്ളത്. മാക്സിമം നമ്മളിങ്ങോട്ട് ചൂട് ചെയ്തെടുത്താലേ പറ്റുള്ളൂ, അല്ലാതെ കിട്ടില്ല ഒരിക്കലും. പറഞ്ഞു ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എപ്പോഴും കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ എനിക്ക് ചീത്തയായിട്ടുണ്ട്, അത് എൻ്റെ കയ്യിലിരിപ്പ്. അത് മാക്സിമം ഭയങ്കര ക്ഷമയോടെ പറഞ്ഞുതരാം. മോഹൻ്റെ ചീത്ത കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ചീത്ത പറഞ്ഞു തുടങ്ങും പുള്ളി എന്നെ മറന്നു. അല്ല അത് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് ഫോണൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മാഷ് വിധു നീ എവിടെന്നാ? ഞാൻ തൃശ്ശൂരാണ്. പിന്നെ ഭക്ഷണം കഴിച്ചില്ലേ? അല്ല നീ എവിടെന്നാ? വീണ്ടും രണ്ടാമത് വീണ്ടും മാഷ് ചോദിക്കും, പെട്ടെന്ന് മറന്നു പോകും മാഷ്. ആരാ സംസാരിക്കുന്നതെന്ന് 3 പ്രാവശ്യം ചോദിക്കണമല്ലോ ഫോണില്. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഇന്നലാണ്. ശരി ശരി, ഓക്കെ. ഒരു മിനിറ്റ്, ആരാ വിളിക്കുന്ന? ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്ക് അങ്ങനെ പറ്റും. സുഖമാണി നിലാവ് തന്നെയാണ് രണ്ടുപേരെ കൊണ്ട് ആദ്യം പാടിക്കുന്ന പാട്ട്. ജോൾസിനെ കൊണ്ട് വേറെ എന്തോ ഏത് പാട്ടാ പാടാക്കുന്നത്? ഞാൻ പ്രണയമണിത്തൂവൽ എന്ന് പറഞ്ഞിട്ട് തുളസിദാസ് അതിൽ പാടിയിട്ടുണ്ട്. അതിലാണ് ആക്ച്വലി ഫസ്റ്റ് പാടി. എന്റെയും ഫസ്റ്റ് മാഷിന് വേണ്ടി പാടുന്ന ആ ഫിലിമിൽ തന്നെയാണ്.